മക്കളെ, കൗരവ പാണ്ഡവ സഹോദരന്മാർ തമ്മിൽ കുരുക്ഷേത്രത്തിൽ വെച്ച് നടന്ന യുദ്ധം 13-ാം ദിവസം അവസാനിക്കുമ്പോൾ പാണ്ഡവർക്ക് നികത്താനാവാത്ത ഒരു നഷ്ടം സംഭവിക്കുന്നു. പാണ്ഡവപക്ഷത്തെ ശക്തനായ പോരാളിയും മഹാരഥനുമായ അർജുനപുത്രൻ അഭിമന്യുവിൻ്റെ മരണമായിരുന്നു ആ കനത്ത നഷ്ടം. അഭിമന്യു വെറുതെ യുദ്ധം ചെയ്തു മരിക്കുകയായിരുന്നില്ല. കൗരവർക്ക് കനത്ത നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കർണൻ, കൃതവർമാവ്, ജയദ്രഥൻ, അശ്വത്ഥാമാവ്, ബൃഹദ്ബലൻ എന്നിവർ ഒരുക്കിയ ചതിവിൽപ്പെട്ട് ദാരുണമായി വധിക്കപ്പെടുകയായിരുന്നു. ഭീഷ്മർ ശരശയ്യയിൽ ആയതിനു ശേഷം കൗരവരുടെ സൈന്യാധിപനായി ദ്രോണർ നിയമിക്കപ്പെടുന്നു. യുദ്ധത്തിൻ്റെ ആദ്യ ദിവസം തന്നെ യുധിഷ്ഠിരനെ ബന്ധനസ്ഥനാക്കി ദുര്യോധനന് നൽകാമെന്ന് ദ്രോണർ ശപഥം ചെയ്തു. 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ദ്രോണർക്ക് ശപഥം പാലിക്കുവാൻ കഴിഞ്ഞില്ല. ശ്രമിക്കുമ്പോഴെല്ലാം അർജുനൻ്റെ സംരക്ഷണയിൽ യുധിഷ്ഠിരൻ സുരക്ഷിതനായിരുന്നു. 3-ാം ദിവസത്തെ യുദ്ധത്തിന് ദ്രോണർ പാണ്ഡവർക്കെതിരെ ചക്രവ്യൂഹത്തിലാണ് സൈന്യത്തെ അണിനിരത്തിയത്. ഈ വ്യൂഹം തകർക്കാൻ ശ്രീകൃഷ്ണൻ, അർജുനൻ, അഭിമന്യു, പ്രദ്യുമ്നൻ എന്നിവർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അഭിമന്യുവിനാകട്ടെ വ്യൂഹം തകർത്ത് അകത്ത് കയറി നാശം വിതയ്ക്കാൻ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. വ്യൂഹത്തിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള തന്ത്രം അഭിമന്യുവിന് അറിയില്ലായിരുന്നു. യുദ്ധം തുടങ്ങിയപ്പോൾ അർജുനൻ സംശപ്തകന്മാരുടെ വെല്ലുവിളി സ്വീകരിച്ച് യുദ്ധഭൂമിയുടെ തെക്കുഭാഗത്തേക്ക് പോയി. യുധിഷ്ഠിരനെ ബന്ധിക്കുവാൻ ശപഥമെടുത്തിരുന്ന ദ്രോണർ പാണ്ഡവ സൈന്യത്തെ കണക്കിന് ശിക്ഷിച്ചു. ചക്രവ്യൂഹത്തിന് മുന്നിൽ നിസ്സഹായരായി നിന്ന യുധിഷ്ഠിരനും ഭീമസേനനും അഭിമന്യുവിനെ വ്യൂഹം തകർക്കുന്ന ജോലി നിർവഹിക്കുവാൻ അയച്ചു. പക്ഷേ വ്യൂഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ തനിക്കറിയില്ലെന്ന് അഭിമന്യു അറിയിച്ചപ്പോൾ തങ്ങൾ സൈന്യവുമായി പിന്നാലെ വന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളാമെന്ന് അവർ വാഗ്ദാനവും നൽകി. അതിൻ പ്രകാരം അഭിമന്യു യുദ്ധം ചെയ്ത് മുന്നേറി ചക്രവ്യൂഹം തകർത്ത് അകത്ത് കയറി വൻ നാശം കൗരവർക്ക് ഉണ്ടാക്കി. തൻ്റെ മുന്നിൽ എത്തിയവരെയെല്ലാം അഭിമന്യു വധിച്ചു. മഹാരഥന്മാരായ രാജാക്കന്മാരെല്ലാം പിന്തിരിഞ്ഞോടി. ഒടുവിൽ ജയദ്രഥൻ തകർന്നുപോയ ചക്രവ്യൂഹം വീണ്ടും സജ്ജമാക്കി. അഭിമന്യു പൂർണ്ണമായും ചക്രവ്യൂഹത്തിനുള്ളിൽ ആയിരുന്നു. കൗരവർ അഭിമന്യുവിനെ വളഞ്ഞു. ദ്രോണർ, കർണൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൗരവർ യുദ്ധനിയമങ്ങളെല്ലാം തെറ്റിച്ച് അഭിമന്യുവിനെ വധിച്ചു. ഈ വിവരമറിഞ്ഞ് യുധിഷ്ഠിരൻ വിലപിക്കുവാൻ ആരംഭിച്ചു. അപ്പോൾ വ്യാസമഹർഷി അവിടെ എത്തി യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കുന്നു. മരണം എന്നത് പ്രകൃതിയുടെ നിയമമാണെന്നും ആയുസ് അവസാനിക്കുമ്പോൾ മരിക്കാതിരിക്കാൻ കഴിയില്ലെന്നും ധാരാളം രാജാക്കന്മാരുടെ മരണദുഃഖങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് വ്യാസൻ പറയുന്നു. മനസ്സിന് ദുഃഖമൊഴിഞ്ഞെങ്കിലും യുധിഷ്ഠിരൻ എങ്ങനെ അർജുനനെ അഭിമുഖീകരിക്കും എന്ന ആശങ്കയിലായി. ഇതേസമയം യുദ്ധം അവസാനിപ്പിച്ച് ശിബിരത്തിലേക്ക് മടങ്ങുന്ന അർജുനന് എന്തോ ഒരു ആപൽശങ്ക അനുഭവപ്പെട്ടു. കൃഷ്ണൻ തെളിക്കുന്ന തേരിൽ അർജുനൻ ശിബിരത്തിലേക്ക് വരികയാണ്. അർജുനൻ ഉത്കണ്ഠാകുലനായി ശ്രീകൃഷ്ണനോടൊപ്പം പാളയത്തിലേക്ക് പ്രവേശിച്ചു. ചുറ്റുപാടും കണ്ണോടിച്ചു. വിഷാദമൂകരായിരിക്കുന്ന പാണ്ഡവരെയാണ് പാർത്ഥൻ കണ്ടത്. അദ്ദേഹം ചോദിച്ചു, ഇതെന്തു പറ്റി? നിങ്ങൾ ദുഃഖിതരായിരിക്കാൻ കാരണമെന്ത്? അഭിമന്യു എവിടെ? ഇന്ന് ആചാര്യൻ കൗരവർക്ക് വേണ്ടി ചക്രവ്യൂഹമാണ് തയ്യാറാക്കിയിരുന്നതെന്ന് ഞാൻ അറിഞ്ഞു. അഭിമന്യുവിന് മാത്രമേ അത് ഭേദിക്കാൻ കഴിയൂ. നിങ്ങൾക്കാർക്കും അത് സാധിക്കുന്നില്ലെന്ന് എനിക്കറിയാം. എന്താണ് സംഭവിച്ചത്? ആ പിഞ്ചുബാലനെ നിങ്ങളാരെങ്കിലും വ്യൂഹത്തിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നോ? അവൻ വധിക്കപ്പെട്ടോ? സുഭദ്രയ്ക്കും ദ്രൗപദിക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു അവൻ. ശ്രീകൃഷ്ണനും കുന്തിമാതാവിനും അവൻ വളരെ പ്രിയങ്കരനായിരുന്നു. പറയൂ, അവൻ വധിക്കപ്പെട്ടെങ്കിൽ ആരാണത് ചെയ്തത്? എൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ രൂപം എൻ്റെ കൺമുന്നിൽ തന്നെ നിൽക്കുന്നു. അർജുനൻ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുവാൻ തുടങ്ങി. ദ്രൗപദിയോടും സുഭദ്രയോടും എന്ത് സമാധാനം പറയുമെന്ന് ഉറക്കെ ചോദിച്ചു. മകൻ്റെ വേർപാടിൽ പൊട്ടിക്കരയുന്ന അർജുനനെ സമാധാനിപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, പാർത്ഥ, അരുത്. യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടാത്ത പോരാളിക്ക് ഇത് തന്നെയാണ് സംഭവിക്കുക. ക്ഷത്രിയധർമ്മം ജീവിതോപാധിയായി സ്വീകരിച്ച ആൾക്ക് എന്നെങ്കിലും ഈ വഴിയിലേക്ക് പോകേണ്ടി വരും. അവർക്ക് ഇതാണ് മോക്ഷത്തിലേക്കുള്ള വഴി. യുദ്ധത്തിൽ ശത്രുക്കളെ സധൈര്യം നേരിടുമ്പോൾ മരണം സംഭവിക്കണമെന്നാണ് ഏതൊരു യോദ്ധാവും ആഗ്രഹിക്കുക. എത്രയെത്ര മഹാരഥന്മാരായ രാജാക്കന്മാരെയും രാജകുമാരന്മാരെയും വധിച്ച ശേഷമാണ് അഭിമന്യു മരണപ്പെട്ടത്. നിന്റെ ഈ വിലാപം യുധിഷ്ഠിരൻ്റെ മനസ്സിനെ ചുട്ടുപൊള്ളിക്കുകയാണ്. ഭീമനും നകുലസഹദേവന്മാരും വേദന കടിച്ചമർത്തുകയാണ്. നീ വേണം അവരെ ആശ്വസിപ്പിക്കാൻ. അരുത്, കരയരുത്. നീ തത്വബോധം അറിയുന്നവനാണ്.
ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ അർജുനനെ ഒട്ടൊന്ന് ആശ്വസിപ്പിച്ചു. അഭിമന്യുവിൻ്റെ മരണം തുടക്കം മുതൽ കേൾക്കണമെന്ന് പാർത്ഥൻ ആഗ്രഹിച്ചുകൊണ്ട് ചോദിച്ചു. ആയുധവിദ്യയിൽ അഗ്രഗണ്യരായ നിങ്ങളെല്ലാവരും അടുത്ത് നിന്നാൽ ഇന്ദ്രനോട് പൊരുതിയാൽ പോലും അഭിമന്യുവിന് ഇപ്രകാരം സംഭവിക്കുകയില്ല. എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങൾ മഹാരഥന്മാർക്കാർക്കും അവനെ രക്ഷിക്കുവാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ തന്നെ അവൻ്റെ രക്ഷയ്ക്ക് എത്തുമായിരുന്നു. ഇത്രയും ചോദിച്ചിട്ട് ആരുടെയെങ്കിലും ഉത്തരത്തിനായി പാർത്ഥൻ മൗനമായി ഇരുന്നു. യുധിഷ്ഠിരനും ശ്രീകൃഷ്ണനും ഒഴികെ ആർക്കും അർജുനൻ്റെ മുഖത്തേക്ക് നോക്കാൻ ധൈര്യമില്ലായിരുന്നു. യുധിഷ്ഠിരൻ പറഞ്ഞു, അനുജ, നീ സംശപ്തകന്മാരെ നേരിടാൻ പോയപ്പോൾ മുതൽ ദ്രോണാചാര്യർ എന്നെ ബന്ധിക്കുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആചാര്യൻ രഥങ്ങൾ കൊണ്ട് വ്യൂഹമുണ്ടാക്കി എന്നെ പിടികൂടുവാൻ പലതവണ ശ്രമിച്ചു. ഞങ്ങളും വ്യൂഹത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആചാര്യൻ്റെ ശ്രമങ്ങളെ വിഫലമാക്കി. അദ്ദേഹം പ്രയോഗിച്ച ക്രൂര ശരങ്ങളെ നേരിടാനാകാതെ ഞങ്ങളുടെ നില പരിതാപകരമായി. ആ നിലയ്ക്ക് ആചാര്യൻ്റെ വ്യൂഹം ഭേദിക്കുവാനുള്ള ഉദ്ദേശത്തോടെ ഞങ്ങൾ അഭിമന്യുവിനോട് പറഞ്ഞു, പുത്ര, നീയാണ് ഈ വ്യൂഹം ഭേദിക്കുവാൻ സമർത്ഥൻ. ഇതിനു മുന്നിൽ ഞങ്ങൾ അശക്തരാണ്. ഇപ്രകാരം ഞങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അഭിമന്യു വ്യൂഹത്തെ ലക്ഷ്യമാക്കി പുറപ്പെട്ടത്. നീ പഠിപ്പിച്ച പാഠങ്ങൾ കൊണ്ട് കുമാരൻ നിസ്സാരമായി വ്യൂഹം തകർത്തു. അത് കണ്ടപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് അവന് പിന്നാലെ ചെന്നു. പക്ഷേ ആ നീചനായ ജയദ്രഥൻ പരമശിവൻ നൽകിയ വരത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ തടഞ്ഞു. ഈ സമയത്ത് ദ്രോണർ, കൃപർ, കർണൻ, അശ്വത്ഥാമാവ്, ബൃഹദ്ബലൻ, കൃതവർമാവ് എന്നിവർ ചേർന്ന് അഭിമന്യുവിനെ വളഞ്ഞു. എന്നിട്ടും അവൻ അതിശക്തമായി പോരാടിക്കൊണ്ട് അവരെ ജയിക്കാൻ ശ്രമിച്ചു. അവരെല്ലാവരും ചേർന്ന് അഭിമന്യുവിൻ്റെ തേർ തകർത്തു. നിസ്സഹായനായി പോർക്കളത്തിൽ നിന്ന കുമാരനെ ദുശാസനൻ്റെ പുത്രൻ ഗദയാൽ ശിരസിൽ പ്രഹരിച്ചു. അടിയേറ്റ് വീണ അവനെ അയാളാണ് വധിച്ചത്. എന്നിട്ടും അഭിമന്യു മഹാരഥന്മാരായ ഒട്ടേറെ രാജാക്കന്മാരെ വധിച്ച് കൗരവ സൈന്യത്തിന് വലിയ നാശം ഉണ്ടാക്കി വച്ചു. പാർത്ഥ, ഇതോർക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് നീറിപ്പുകയുകയാണ്. എല്ലാം കേട്ടിരുന്ന അർജുനൻ പെട്ടെന്ന് മകനെ എന്നുറക്കെ നിലവിളിച്ചുകൊണ്ട് ബോധം നഷ്ടപ്പെട്ടു വീണു. അവിടെ ഉണ്ടായിരുന്നവർ എല്ലാം അർജുനൻ്റെ ചുറ്റും കൂടി. എല്ലാവരുടെയും മുഖത്ത് ദുഃഖം തളം കെട്ടി നിന്നു. അല്പനേരത്തെ പരിചരണത്തിന് ശേഷം അർജുനൻ ബോധക്ഷയത്തിൽ നിന്നും ഉണർന്നു. എന്നിട്ട് അതീവ കോപത്തോടെ പറഞ്ഞു, ജയദ്രഥൻ അവൻ കൗരവരെ വിട്ടുപോയിട്ടില്ലെങ്കിൽ, യുധിഷ്ഠിര ചക്രവർത്തിയെയോ ഭഗവാൻ ശ്രീകൃഷ്ണനെയോ അഭയം പ്രാപിച്ചിട്ടില്ലെങ്കിൽ നാളെ സൂര്യാസ്തമയത്തിന് മുമ്പ് അവനെ ഞാൻ വധിച്ചിരിക്കും. അതിനെനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ ലോകത്തെ നീചപാപങ്ങളെല്ലാം ചെയ്യുന്നവന് ലഭിക്കുന്ന ഫലം ഞാൻ അനുഭവിക്കും. എനിക്കവനെ വധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അഗ്നി പ്രവേശം ചെയ്ത് ഞാൻ എൻ്റെ ജീവൻ ഒടുക്കും. അവന് ദേവന്മാരുടെയോ യക്ഷഗന്ധർവന്മാരുടെയോ പിതൃക്കളുടെയോ മനുഷ്യരുടെയോ ആരുടെ സഹായമുണ്ടെങ്കിലും ഞാൻ അവനെ വധിക്കുക തന്നെ ചെയ്യും. അവൻ ഏത് പാതാളത്തിൽ ഒളിച്ചാലും നാളെ സൂര്യാസ്തമയത്തിന് മുമ്പ് ഞാൻ അവനെ വധിച്ചിരിക്കും. സത്യം, സത്യം, സത്യം. പാർത്ഥൻ്റെ ശപഥം കേട്ടപ്പോൾ ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി ആ ശപഥത്തെ ഉറപ്പിച്ചു. സഞ്ജയൻ പറഞ്ഞു, രാജാവേ. പിന്നാലെ പാർത്ഥൻ തൻ്റെ ശംഖായ ദേവദത്തം മുഴക്കി. അത് ദിഗന്ധങ്ങളിൽ പതിച്ച് മാറ്റൊലി ഉയർന്നു. സഞ്ജയൻ തുടർന്നു, മഹാരാജാവേ, പാർത്ഥനെടുത്ത ശപഥവൃത്താന്തം ചാരന്മാർ ജയദ്രഥൻ്റെ ചെവിയിൽ എത്തിച്ചു. അത് കേട്ട് ഭയന്ന ജയദ്രഥൻ ഭ്രാന്തെടുത്തതുപോലെ കൗരവസഭയിലേക്ക് ഓടി. അവിടെ എത്തി വിറയാർന്ന ശബ്ദത്തിൽ ലജ്ജയില്ലാതെ പൊട്ടിക്കരയുവാൻ തുടങ്ങി. വിറച്ചുകൊണ്ട് പാർത്ഥൻ്റെ ശപഥകാര്യം പറഞ്ഞു. മഹാത്മാക്കളെ, പാണ്ഡവശിബിരത്തിലെ ഹർഷാരവങ്ങൾ കേട്ടില്ലേ? ഞാൻ അഭിമന്യുവിനെ ചതിച്ചതിന് പകരം വീട്ടാൻ പ്രതിജ്ഞ ചെയ്യുകയാണ് അർജുനൻ. ഇല്ലെങ്കിൽ ഇത്രമേൽ ദുഃഖമുണ്ടായ പാണ്ഡവർ ഇങ്ങനെ രണഭേരി മുഴക്കില്ല. എനിക്ക് ഭയമാകുന്നു. അർജുനനെ പോലെ ഒരാൾ ചെയ്യുന്ന ശപഥം വൃഥാവിലാകില്ല. അതുകൊണ്ട് ദയവുണ്ടായി എന്നെ ഇവിടം വിട്ടു പോകുവാൻ അനുവദിക്കണം. പാണ്ഡവരുടെ കണ്ണെത്താത്ത ഏതെങ്കിലും ദിക്കിൽ പോയി ഞാൻ ഒളിച്ച് ജീവിച്ചു കൊള്ളാം. അയാൾ ദീനദീനം വിലപിക്കുവാൻ തുടങ്ങി. മഹാരാജാവേ, ജയദ്രഥൻ്റെ ഭയം പൂണ്ട വിലാപം കേട്ടപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, രാജാവേ, നിങ്ങൾ എന്തിനു വിഷമിക്കുന്നു? ഞങ്ങളുടെ ഇടയിൽ നിന്ന് അർജുനൻ എന്നല്ല സാക്ഷാൽ ദേവേന്ദ്രൻ വിചാരിച്ചാൽ പോലും അങ്ങയെ കണ്ടെത്താനാവില്ല. നോക്കൂ, ഇവിടെ ദ്രോണർ, കർണൻ, അശ്വത്ഥാമാവ്, ദുശാസനൻ, ഞാൻ, ചിത്രസേനൻ, വിവിംശതി, ഭൂരിസ്രവസ്, ശലൻ, സംഖ്യൻ, വൃഷസേനൻ, പുരുമിത്രൻ, ജയൻ, ഭോജൻ, ശകുനി തുടങ്ങിയ രണവീരന്മാരെല്ലാവരുമില്ലേ? ഇവരെല്ലാവരും സൈന്യസമേതം നിങ്ങളെ സംരക്ഷിക്കുവാൻ നാളെ ഉണ്ടാകും. സിന്ധുരാജ,
നിങ്ങൾ വെറുതെ ഭയപ്പെടുന്നതെന്തിന്? നാളത്തെ യുദ്ധത്തിൽ കൗരവസൈന്യം മുഴുവൻ നിങ്ങളുടെ രക്ഷയ്ക്കുണ്ടാകും. രാജാവേ, ഇപ്രകാരം അങ്ങയുടെ പുത്രൻ ആശ്വസിപ്പിച്ചത് കേട്ടപ്പോൾ ജയദ്രഥന് ഒരല്പം ആശ്വാസമുണ്ടായി. എങ്കിലും ആ രാത്രിയിൽ തന്നെ അയാൾ ദ്രോണാചാര്യരുടെ ശിബിരത്തിൽ എത്തി. അദ്ദേഹത്തെ കണ്ട് പ്രണമിച്ച ശേഷം ജയദ്രഥൻ ചോദിച്ചു, മഹാത്മൻ, ലക്ഷ്യവേധത്തിലും അസ്ത്രവേഗത്തിലും ഞാനോ അർജുനനോ ആരാണ് സമർത്ഥൻ? ഗുരു പറഞ്ഞു, നിങ്ങൾ രണ്ടാളും എൻ്റെ ശിഷ്യന്മാരാണ്. രാജാവേ, അഭ്യാസ പാടവത്തിലും നിരന്തരമായ പരിശീലനത്തിലും പാർത്ഥനോളം ആരും വരില്ല. അവൻ്റെ അസ്ത്രവൈഭവം അപരിമേയമാണ്. പക്ഷേ അതോർത്ത് നീ എന്തിനു ദുഃഖിക്കുന്നു? നാളെ യുദ്ധഭൂമിയിൽ നിന്നെ പാർത്ഥന് കണ്ടെത്താൻ പോലും കഴിയാത്ത വ്യൂഹമാണ് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഞാൻ വിന്യസിക്കുന്ന ഒരു വ്യൂഹത്തെ നേരിടാൻ ദേവന്മാർ പോലും ഒന്നും മടിക്കും. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടതില്ല. നിന്നെപ്പോലെ ഒരു ധീരന് മരണഭയം പാടില്ലാത്തതാണ്. ക്ഷത്രിയധർമ്മം സ്വീകരിച്ച ഏതൊരു വില്ലാളിക്കും ലഭിക്കുന്നത് കഠിന തപസ്സിലൂടെ മഹർഷിമാർ നേടുന്ന അതേ ലോകം തന്നെയാണ്. ഇത് കേട്ടപ്പോൾ ജയദ്രഥൻ്റെ മനസ്സ് ഒന്ന് തണുത്തു. ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് കൗരവപാളയത്തിൽ രണഭേരി മുഴങ്ങി. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.